ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾ എല്ലാവരും മറക്കാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ. നാളെ ഏപ്രിൽ മാസം 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ കൂടുതൽ കാര്യക്ഷമമായി നമ്മുടെ വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ച് അവധി ദിവസങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ബുക്കിംഗ് ചെയ്ത പലർക്കും ഇന്ധനം ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പലരും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ച് എല്ലാ മേഖലകളിലേക്കും 14 ജില്ലകളിലും കൂടുതൽ കാര്യക്ഷമമായി ഇന്ധന വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, നഗരപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ലിമിറ്റ്, അതായത് 46-ാം ദിവസമാണ് അടുത്ത ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അതിലുൾപ്പെടെ ചിലപ്പോൾ ദിവസങ്ങളിൽ മാറ്റം വന്നേക്കാമെന്നുള്ള പ്രധാന അറിയിപ്പുകളും വന്നിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഏകദേശം 30-35 ദിവസം കഴിഞ്ഞാൽ ബുക്കിംഗ് സാധ്യമാകുന്നു. ഇതിലും മാറ്റങ്ങൾ വന്നേക്കാം, അതായത് ദിവസങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ ഇത് നമ്മെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള സൂചനകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് പൈപ്പ് നാച്ചുറൽ ഗ്യാസ് വ്യാപിപ്പിക്കാൻ കേന്ദ്ര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഗ്യാസ് സിലിണ്ടറുകൾക്ക് പകരമായി പ്രത്യേക പൈപ്പ് ലൈൻ വഴി വീടുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സംവിധാനം. ഇത് നിലവിൽ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ധനക്ഷാമം ഈ മേഖലയിൽ ബാധിക്കുന്നില്ല. അതിനാൽ നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ലഭ്യമാണെങ്കിൽ അല്ലെങ്കിൽ സിറ്റി ഗ്യാസ് കണക്ഷൻ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ കണക്ഷൻ എടുക്കണമെന്നും കേന്ദ്രവും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ലയിലെ ചില ഭാഗങ്ങൾ, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഇപ്പോൾ സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതുകൂടാതെ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗ്യാസ് കണക്ഷൻ ലഭ്യമാകുമ്പോൾ റെസ്റ്റോറന്റുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും വളരെ പ്രയോജനകരമാണ്. ഗ്യാസ് സിലിണ്ടറിനേക്കാൾ ഏകദേശം 20% വരെ ലാഭം ലഭിക്കും. കൂടാതെ 24 മണിക്കൂറും ഇന്ധനം തടസ്സമില്ലാതെ ലഭിക്കുകയും കൂടുതൽ സുരക്ഷിതമായ സംവിധാനവുമാണിത്. അതുകൊണ്ട് തന്നെ ഈ സേവനം ലഭ്യമായ സ്ഥലങ്ങളിൽ കഴിയുന്നവർ എത്രയും വേഗം പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുക്കുക. അല്ലാത്ത പക്ഷം ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ വിതരണത്തിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം മറ്റു മേഖലകളിലേക്ക് LPG വിതരണം കൂടുതൽ നടക്കുകയും സിറ്റി ഗ്യാസ് ലഭ്യമായ പ്രദേശങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം കുറയുകയോ ലിമിറ്റ് വെക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യവും, നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കളാണെങ്കിൽ 1 വർഷത്തിൽ 9 ഗ്യാസ് സിലിണ്ടറുകൾക്ക് വരെ സബ്സിഡി ലഭ്യമാണ്. ഓരോ സിലിണ്ടറിനും 300 രൂപ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരമാണ് ഇത് നൽകുന്നത്. ആദ്യം നാം സിലിണ്ടർ ബുക്ക് ചെയ്ത് റീഫിൽ ചെയ്യണം. അതിനുശേഷമാണ് സബ്സിഡി അക്കൗണ്ടിലേക്ക് വരുന്നത്. ഉജ്ജ്വല യോജന വഴി പുതിയ ഗ്യാസ് കണക്ഷൻ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. വീട്ടിൽ മറ്റൊരു ഗാർഹിക ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരിക്കരുത്. റേഷൻ കാർഡിലോ ആധാർ കാർഡിലോ മറ്റാരുടെയെങ്കിലും പേരിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരിക്കരുത്. എങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന വഴി ആനുകൂല്യം ലഭിക്കൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനബിൾ ചെയ്യാൻ കൂടി മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.